അതായത് ഇപ്പോൾ ഒരാൾ ഒരു നന്മ ചെയ്താൽ നന്മ ചെയ്തു പോവൽ മാത്രമല്ല, പടച്ചവൻ അത് നീ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യേണ്ട ബാധ്യത കൂടി അവനിക്കുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബിയും പരിശുദ്ധമായ കഅബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അവർ ദുആ ചെയ്തു. ഏത് ദുആ? ഖുർആനിൽ നമുക്ക് കാണാം, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അപ്പോൾ അൽഹംദുലില്ലാഹ്, പുണ്യമായ റജബ്, ആ റജബിന് മുമ്പുള്ള വിശുദ്ധമായ ജമാദുൽ ആഖിർ മാസം, അതിനു മുമ്പുള്ള ജമാദുൽ അവ്വൽ മാസം, അതിനു മുമ്പുള്ള റബീഉൽ ആഖിർ മാസം, ഇങ്ങനെ ഒരുപാട് മാസങ്ങൾ നമ്മളിൽ നിന്നും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിലെല്ലാം ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും അല്ലാഹുവേ സ്വീകരിക്കണേ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ദുആ ചെയ്യാം. ഏത് ദുആ? ഇബ്രാഹിം നബി ചെയ്ത ദുആ. എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഒന്നുകൂടി, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഒരു വട്ടം കൂടി, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ.